ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് മക്കാവോലെ ഗാംബ്ലിംഗ് സിറ്റിയിലാണ്, അല്ലെങ്കിൽ ലാസ് വേഗസ് ഓഫ് ഈസ്റ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. പക്ഷെ നമ്മൾ ഈ ലാസ് വേഗസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഗാംബ്ലിംഗ് സിറ്റികളിലെ ഏറ്റവും വലിയ സിറ്റി എന്നുള്ളതും, അല്ലെങ്കിൽ റവന്യൂല് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന സിറ്റി എന്നുള്ളതും കൊടുക്കുകയാണെങ്കിൽ ലാസ് വേഗസിനേക്കാൾ മുകളിലാണ് മക്കാവോലെ ഗാംബ്ലിംഗ്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഗാംബ്ലിംഗ് പ്ലേസ് മക്കാവോനാണ് ഫസ്റ്റ്. സെക്കൻഡേ ഉള്ളൂ ലാസ് വേഗസ്. കൂടുതൽ ഇംഗ്ലീഷ് സിനിമകളിലും കാര്യങ്ങളിലൊക്കെ ലാസ് വേഗസ് എടുത്തു പറയുന്നതുകൊണ്ട് തന്നെ ലാസ് വേഗസ് ആണ് കുറച്ചുകൂടെ പോപ്പുലർ. അതുകൊണ്ടാണ് ലാസ് വേഗസ് ഓഫ് ദി ഈസ്റ്റ് എന്ന രീതിയിൽ നമ്മളുടെ മക്കാവോ അറിയപ്പെടുന്നത്. അന്ന അറിയായിരുന്നോ ലാസ് വേഗസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറഞ്ഞാലും മക്കാവോ ആണ് ഏറ്റവും വലിയ ഗാംബ്ലിംഗ് സിറ്റി എന്നുള്ളത്? അതൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ലാസ് വേഗസിൽ പോയിണ്ടോ നീ? ഇല്ല, നമ്മള് ഇനിയിപ്പോ ഉണ്ടല്ലോ, ഇനിയിപ്പോ നമ്മള് ഏറ്റവും വലിയ ഗാംബ്ലിംഗ് സിറ്റി കണ്ടല്ലോ, ഇനി ലാസ് വേഗസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ബോയ്സ് ആണ് കുറച്ചുകൂടെ ഗാംബ്ലിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റഡ് എന്ന് തോന്നുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അത് നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്ത്, ഞങ്ങളെ അറിയിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ബോയ്സിനാണ് കുറച്ചുകൂടെ ഗാംബ്ലിങ്ങിലും പൈസ ഉണ്ടാക്കുന്നതിലൊക്കെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോ ഇവര് എന്താണ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഇവര് മാത്രമല്ല, ഇതിപ്പോ ഏത് ഗാംബ്ലിംഗ് സിറ്റിയിൽ പോയാലും ഇവരെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബോയ്സ് കയറി ഗാംബിൾ ചെയ്യുന്ന സമയത്ത് അവരുടെ വൈഫ്സിനോ അല്ലെങ്കിൽ ഗേൾസിനോ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ കളക്ഷൻ ഷോപ്പുകൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു മാള് പോലെ, അല്ലെങ്കിൽ മാളെന്നും പറയാൻ പറ്റില്ല, മാളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷോപ്സും ഇത് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ സ്റ്റേയും ഉണ്ട്. അപ്പൊ റൂംസ്, പിന്നെ മാള്, ഫുഡ്, പിന്നെ ഗാംബ്ലിംഗ് എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഓരോ മാളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ മാളുകളുടെ വലുപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് ലുലു മാളാണ് ഏറ്റവും വലിയ മാള്. കഴിഞ്ഞ 6 രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ലുലു മാള് തന്നെയാണ് ഏറ്റവും വലുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ പ്രധാന കാരണം ചിലപ്പോ അവരുടെ വലുപ്പത്തിൽ ഇച്ചിരി വലുതായേക്കാം, പക്ഷെ ക്രൗഡും പിന്നെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് ആ ഒരു ലുലു മാളിൽ പോകുന്ന ആ ഫീല് ഒരു വേറെ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ 8ാമത്തെ രാജ്യത്ത് എത്തുമ്പോ ആ ഒരു ഫീല് അവിടെ മാറിപ്പോയി എന്ന് തന്നെ പറയാം. ഇതുപോലൊരു മാള് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്ര അടിപൊളി മാള്. ഇത് ഏരിയയിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.1 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ വലിപ്പം തന്നെ. ഈ ഇപ്പൊ നിൽക്കുന്ന മാൾ എന്ന് പറയുന്നത് ലണ്ടൻ എയർ എന്ന് പറഞ്ഞിട്ടുള്ള മാളാണ്. അപ്പൊ ഒരു ലണ്ടൻ നഗരം എങ്ങനെയാണോ അതുപോലെയാണ് ഇതിന്റെ ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ലണ്ടനില് സ്ട്രീറ്റിൽ കൂടെ നടന്ന് പല പല ബ്രാൻഡ് ഷോപ്പുകളൊക്കെ കണ്ട് നടക്കുന്ന പോലെയാണ് ഈ നമ്മളുടെ ലണ്ടൻ എയർ മാള് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ലണ്ടൻ അല്ലാതെ നമുക്ക് വെനീഷ്യൻ ഉണ്ട്, പാരീഷ്യൻ ഉണ്ട്. ഈ വെനീഷ്യൻ എന്ന് പറയുന്നത് വെനിസ് പോലെയാണ്. അത് കഴിഞ്ഞ് പാരീസ് എന്ന് പറയുന്നത് പാരീസിലെ സ്ട്രീറ്റ്സ് പോലെ. അപ്പൊ ഇത് ജസ്റ്റ് 1 മാളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. പക്ഷെ ഇത് കണ്ട് മൊത്തത്തിൽ തീർക്കണമെങ്കിൽ ഒരു ദിവസം 2 ദിവസം വേണ്ടി വരും. അത്ര അധികം ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇവിടുന്ന് ഒന്നും മേടിക്കാൻ പറ്റില്ല. അത് ഞാൻ എഴുതി തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടില് നമ്മള് ഒരു ടോമി ഹിൽഫിഗർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണല്ലോ. അപ്പൊ ആ ബ്രാൻഡിന്റെ ഒരു ഷർട്ട് മേടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് വെറും 5000 രൂപ മുതൽ നമുക്ക് ഷർട്ട്സ് അവൈലബിൾ ആണ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോ അതിന്റെ കഥ മാറി. ഇവിടെ ഞങ്ങള് ഒരു ജസ്റ്റ് അറിയുന്ന ഒരു ബ്രാൻഡ് ടോമി ഹിൽഫിഗർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷോറൂമിൽ പോയി ഞാൻ കുറച്ച് ഡ്രസ്സുകൾ നോക്കി. സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് 15000 രൂപയാണ്. അപ്പൊ അത്രയും കോസ്റ്റ്ലി ആണ് ഈ ഹോങ്കോങ് അല്ലെങ്കിൽ മക്കാവോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ.
നമ്മളുടെ നാട്ടില് ഒരു ബ്രാൻഡ് അവരുടെ ഷർട്ട് 5,000 രൂപയ്ക്ക് വിൽക്കുമ്പോ ഇവിടെ 15,000 രൂപയ്ക്ക് വിൽക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ എഴുതി അറിയിക്കാം. ഞാൻ ഈ 6 രാജ്യങ്ങൾ മുൻപ് കണ്ടു എന്ന് പറയുമ്പോഴും നമ്മള് എന്താണ് പറയാ, ഇത്രയും ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പൊ മലേഷ്യയിലായാലും അത്യാവശ്യം കറൻസിയുടെ പവറും കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിലും ഗുഡ്സിന്റെ വില അതിനനുസരിച്ച് കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇവിടെ ഹോങ്കോങ്ങിലാണെങ്കിലും മക്കാവിലാണെങ്കിലും പൈസയുടെ പവർ കൂടുതലാണ്. അതപേക്ഷിച്ച് സാധനങ്ങളുടെ വില കുറച്ച് ഇടും എന്ന് നമ്മൾ വിചാരിക്കുമ്പോ അതല്ല ഇവിടുത്തെ സ്ഥിതി. ഇവിടെ എല്ലാത്തിനും നല്ല തീ പിടിച്ച വിലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ നമുക്ക് നല്ല ബ്രാൻഡ്സിന്റെ സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുക, അല്ലാതെ ഇവിടെ വന്ന് എടുക്കാന്ന് ആരും വിചാരിക്കണ്ട. അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നോക്കോ, വിയറ്റ്നാമില് അടിപൊളി സാധനങ്ങൾ എല്ലാ ബ്രാൻഡ്സും നമുക്ക് അത്യാവശ്യം വില ഇതിൽ കിട്ടും, വില കുറച്ച് കിട്ടും, നല്ല ഒറിജിനൽ സാധനങ്ങൾ തന്നെ കിട്ടും. അല്ല ഇനി നിങ്ങൾക്ക് ഒറിജിനൽ വേണ്ട ഡൂപ്പ് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിൽ വെക്കോ. തായ്ലൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ഫസ്റ്റ് കോപ്പി കിട്ടും. ഫസ്റ്റ് കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഒറിജിനൽ സ്റ്റോറിന്റെ ആൾക്ക് വരെ രണ്ടാമത് തൊട്ട് നോക്കേണ്ടി വരും. അത്ര അടിപൊളി സാധനങ്ങൾ അവിടെയും കിട്ടും. അങ്ങനെ കുറച്ചൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വരുമ്പോഴേക്കും ഈ നമ്മളുടെ ലണ്ടനിയർ മാള് മൊത്തത്തില് കാണാൻ പറ്റിയില്ല. അപ്പോ ആ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളുടെ ബാറ്ററി ഇച്ചിരി ലോ ആയി. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഒന്ന് ജസ്റ്റ് ഫ്രീ ഷട്ടിൽ ബസ് ആണല്ലോ, അപ്പൊ നമ്മുടെ റൂമിൽ പോയി ഒന്ന് ചാർജ് ഒക്കെ ചെയ്ത് സാവധാനം വരാമെന്ന്. അങ്ങനെ ഷട്ടിൽ ബസ് എടുക്കാൻ പോയപ്പോ ആദ്യം ഞങ്ങൾക്കൊന്ന് തെറ്റി. കാരണം എന്താന്ന് വെച്ചാൽ ഈ മക്കാവോല് വരുന്ന ഷട്ടിൽ ബസ്സുകൾ നമ്മുടെ മക്കാവോയിൽ നിന്ന് മാത്രം വരുന്നതല്ല, ചൈന ബോർഡറിൽ നിന്നും വരുന്ന വണ്ടികളുണ്ട്. അപ്പോ ഞാൻ ആദ്യം ഇത് എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങാലോ എന്ന് വെച്ചിട്ടാണ് കയറാൻ പോയത്. പെട്ടെന്ന് ആ കയറുന്ന സമയത്ത് ആരും ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ചൈനയിലേക്കുള്ളതാണ്, ചൈനയിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ ഞങ്ങള് വല്ല ചൈനയിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങളെ ഡീപ്പോർട്ട് ചെയ്ത് വിട്ടേന്. അങ്ങനെ ചാർജും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോ നമ്മളുടെ മക്കാവിലെ ആ ഗാംബ്ലിംഗ് സിറ്റി നമ്മള് നേരത്തെ കണ്ട സിറ്റിയേ അല്ല. കാരണം ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇതിന്റെ ആ ഒരു പ്രൗഢിയും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നു. അങ്ങനെ നമ്മള് മറ്റേതൊരു ലോകത്ത് എത്തിയ ഫീലായി. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മള് ഈ കാണുന്നതാണ് നമ്മളുടെ ലണ്ടനെയർ മാള്, അല്ലെങ്കിൽ ലണ്ടനെയർ എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. ഇത് തന്നെയാണ് നമ്മള് രാവിലെ വന്നതും. ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ശരിക്കൊരു ലണ്ടൻ നഗരത്തില് ചെന്നെത്തി നമ്മള് അവിടെ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പോണ അതേ ഒരു ഫീലും കാര്യങ്ങളും തരുന്ന ഒരു അടിപൊളി ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ലണ്ടൻ എയർ മാൾ. ഇനി ലണ്ടൻ മാളില് ഞങ്ങൾ നിർത്തി. ഞങ്ങള് നെക്സ്റ്റ് 2-3 മാളുകൾ ഇന്ന് കവർ ചെയ്തിട്ട് വേണം നമുക്ക് നാളെ മക്കാവോ വിടാനായിട്ട്. അപ്പൊ മാക്സിമം കാണാ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അപ്പൊ ഇതാണ് നമ്മളുടെ പാരീഷ്യൻ മാളിന്റെ മുൻപിലുള്ള ഈഫിൽ ടവർ. ഈ ഈഫിൽ ടവർ ഏകദേശം നമ്മളുടെ പാരീസിൽ കാണുന്ന അതേ ഈഫിൽ ടവറിന്റെ മോഡലിലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് പാരീസില് ഈ ഈഫിൽ ടവറിന്റെ മുകളിൽ പോകാൻ പറ്റും. ഇവിടെയും അത് സാധിക്കും. ടവറിന്റെ ഒരു ഡെക്ക് വരെ പോകുന്നതിന് പ്രത്യേകിച്ച് വേറെ ചാർജസ് ഒന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് മുകളിലേക്ക് ഉള്ള ലിഫ്റ്റിൽ കയറി പോകണമെങ്കിൽ നമുക്ക് പ്രത്യേകമായ ചാർജസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അടുത്തത് ഞങ്ങൾ പോകുന്നത് വെനീഷ്യൻ മാളിലേക്കാണ്. അപ്പൊ ഈ വെനീഷ്യൻ മാളിന്റെ ആ ഒരു പരിസരത്തൊക്കെ എത്തി. പക്ഷെ ഈ ബസ് നിർത്തുന്നില്ല, ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഈ വെനീഷ്യൻ മാളില് കഴിഞ്ഞു പോയതാണോ അതോ ഇനി ഇവിടെ നിർത്തില്ലേ എന്നൊക്കെയുള്ള ഡൗട്ടിൽ വെക്കുമ്പോഴേക്കും ഇവര് കറക്റ്റ് അതിന്റെ എൻട്രൻസില് ബസ് ഷട്ടിലുകളുടെ
ഒരു ബേ ഉണ്ട്, അതിലും കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ എല്ലാം ഓർഗനൈസ്ഡ് ആണ്, നമ്മളുടെ നാട്ടിലെ പോലെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ പോകുന്ന വഴി ഏതേലും ഒരു സൈഡില് ഇതാണ് മാള് എന്ന് പറഞ്ഞ് ഇറക്കി വിടൊന്നുമില്ല. അത് അവരുടെ പ്രോപ്പർ ബസ്സിനുള്ള സ്റ്റോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൃത്യമായിട്ട് ഇറക്കി വിടുള്ളൂ. മുൻപ് നമ്മള് 1.1 മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ ഒരു മാളാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ സ്ഥിതി ഇതിന്റെ 10 ഇരട്ടി വലുപ്പമാണ്. 10.5 ഓർ 10 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു മാളിന്റെ വലിപ്പം. ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ വെനിസിലെ സ്ട്രീറ്റ്സിന്റെ ഉള്ളില് നമുക്ക് കുറെ കനാൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കനാലുകളിലൂടെയൊക്കെ നമുക്ക് ബോട്ട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ സമയം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എഴുതി കാണിക്കാം. അങ്ങനെ നമ്മള് എന്തേലും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ആയിരിക്കാം അടുത്ത യാത്ര എന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ തന്നെ ഏകദേശം സ്റ്റെപ്സ് കൗണ്ട് ചെയ്തപ്പോ നമ്മള് 20 കിലോമീറ്ററിന്റെ അടുത്ത് ഇന്ന് നടന്നിട്ടുണ്ട്. അത് ഇന്ന് എഴുന്നേറ്റത് മുതൽ മൊത്തം എത്ര കിലോമീറ്റർ ആണോ നടന്നേ എന്നുള്ളതാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് വാച്ച് ഇപ്പൊ നമ്മള് ഹെൽത്ത് ബാൻഡ്സും വാച്ചൊക്കെ കെട്ടുന്നവരാണെങ്കിൽ അറിയാം. അത് ചിലപ്പോ നമ്മള് ഇവിടെ നിന്ന് ഒരു 5 പ്രാവശ്യം ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാലും ആ ഒരു ഡിസ്റ്റൻസ് ഇതിൽ കാൽക്കുലേറ്റഡ് ആണ്. അപ്പൊ 20 കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയൊരു ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ കാണണ്ട. ഇവിടുത്തെ തനതായ വിഭവങ്ങളാണ് കഴിച്ചത്. അപ്പൊ ഒരു ചിക്കൻ കറി നൂഡിൽ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ വൈഫിന്റെ ഫേവറേറ്റ്. എനിക്ക് ബേസിക്കലി ഈ ഗ്രേവിയുള്ള നൂഡിൽസ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് തിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എല്ലാം വില കൂടുതലായതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആളുടെ ഇഷ്ടത്തിന് ഈ പ്രാവശ്യം വിട്ടു. അല്ലെങ്കിൽ വിശന്ന് പിന്നെയും പിന്നെയും ചർച്ച ചെയ്ത് നടക്കേണ്ടി വരില്ലേ. അപ്പൊ അങ്ങനെ വിട്ടു. അങ്ങനെയൊന്നും പറയണ്ട. എന്നിട്ട് പകുതി മുക്കാലും കഴിച്ചതാരാ? നിന്റെ ഇഷ്ടത്തിനല്ലേ മേടിച്ചത്. ഞാൻ നിനക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വെച്ച് കഴിച്ചെന്നേ ഉള്ളൂ. അയ്യടാ, എന്റെയും തട്ടിപ്പറിച്ച് മേടിച്ചാ കഴിച്ചത്. അത്യാവശ്യം നല്ലതൊക്കെ ആയിരുന്നു കേട്ടോ. ഡിഷും കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ തന്നെ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇത് കാസിനോസ് ആണെന്ന്. പക്ഷെ ഈ കാസിനോ റിലേറ്റഡ് വീഡിയോസ് ഒന്നും ഇതിൽ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസിനോസിന്റെ ഉള്ളില് ഷൂട്ടിങ് പാടില്ല. അപ്പൊ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ അവര് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കാസിനോയുടെ ഉൾഭാഗം ഒന്നും ഈ വീഡിയോസിൽ കാണിക്കാത്തത്. അപ്പൊ ഞങ്ങള് വിസിറ്റ് ചെയ്ത കാസിനോസിലൊക്കെ നമ്മള് വീഡിയോ റെക്കോർഡിങ്ങോ ഫോട്ടോസോ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും കാണിക്കാത്തത്. ഇതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മള് നമ്മളുടെ വെനീഷ്യൻ മാളിന്റെ എക്സിറ്റ് കണ്ടുപിടിച്ച് പുറത്തിറങ്ങി. അപ്പോ നമുക്ക് കുറെ സൊവിനിയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടു. അപ്പൊ ഇവിടുന്ന് എന്തേലും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് എല്ലാ കൺട്രീസിലും പോയി കഴിഞ്ഞാൽ മേടിക്കുന്നതാണ്. അപ്പൊ ഒരെണ്ണം ഇവിടെ നിന്ന് മേടിച്ചാലോ എന്ന് വിചാരിച്ചപ്പോ ഇവിടെ നമ്മള് കഴിച്ച ഫുഡിന്റെ പൈസ തന്നെ ഉണ്ട് ഇവിടുത്തെ ഒരു സൊവിനിയറിന്. അതായത് ഒരു 60-70 HKD, അതായത് നമ്മളുടെ നാട്ടിലെ ഒരു 800-900 രൂപ വരും ഒരു സൊവിനിയറിന്. അപ്പൊ നമ്മള് 150 രൂപ 200 രൂപയ്ക്കൊക്കെ മാക്സിമം മേടിക്കാറുള്ളൂ ഈ മാഗ്നറ്റ് ഒക്കെ. ഇത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. അങ്ങനെ മറ്റെവിടെന്നേലും മേടിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നടത്തം കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങള് അടുത്തതായിട്ട് പോകുന്നത് പാരീഷ്യൻ മാളിലേക്കാണ്. ഈ പാരീഷ്യൻ മാളിന്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വാക്ക് വേ ആണിത്. അപ്പൊ ഈ വാക്ക് വേയില് നമ്മുടെ ലൂയി വിട്ടോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പലതരം പെട്ടികളും പേഴ്സുകളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അവരുടെ ആദ്യ കാലഘട്ടത്തിൽ അവരുണ്ടാക്കി തുടങ്ങിയ ഇതെങ്ങനെയാണോ അത് കഴിഞ്ഞ് അവരുടെ ആ ഒരു കഥ പറയുന്ന പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതില് പല സാധനങ്ങളും ലക്ഷങ്ങൾ വിലവെടുപ്പുള്ള പെട്ടികളും പേഴ്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ പെണ്ണുങ്ങൾക്കായിരിക്കും.
നമുക്ക് അതിനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ ഈ കാണുന്നത് കൊട്ടാരവും കാര്യങ്ങളൊന്നും അല്ല. ഇതാണ് പരീഷ്യൻ മാളിന്റെ നമ്മളുടെ റിസപ്ഷൻ ലോബി. ഈ ഹോട്ടലിലൊക്കെ വന്ന് ചെക്ക് ഇൻ ചെയ്യല്. അപ്പൊ ഈ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മള് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ച് ചെക്ക് ഇൻ ചെയ്ത് നമ്മളുടെ റൂമിലേക്ക് അസിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോ കണ്ടത്. പക്ഷെ എല്ലാം അൾട്രാ ലക്ഷറിയാണ്. ഇവിടെയൊക്കെ താമസിക്കണമെങ്കിൽ ഒരു ദിവസത്തെ റെന്റ് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഏകദേശം 20-25,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ആംബിയൻസിന് വലിയൊരു വിലയായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ നാട്ടിൽ തന്നെ കുറച്ച് ഒരു ചെറിയൊരു എന്താ പറയാ റിസോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് അവര് മേടിക്കുന്നത് 25,000-30,000 രൂപ. അപ്പൊ ഇത് വലിയൊരു സംഭവമല്ല. പക്ഷെ നമ്മള് പുറത്തു പോകുമ്പോ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുമാണ് പോകുന്നത്. അപ്പൊ ഇത്രയും ഒരു ബഡ്ജറ്റ് ഒരു ഹോട്ടലിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് 2-3 സ്മോളർ രാജ്യങ്ങളും കൂടെ കാണാൻ പറ്റും. ഈഫിൽ ടവറിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമില്ല. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് ഷട്ടിൽ ബസ് 9:15-നാണ്. ഇപ്പൊ തന്നെ ഏകദേശം 9 മണിയായി. ലണ്ടൻ എയറിൽ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഷട്ടിൽ ബസ് എടുത്ത് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാൻ. അപ്പൊ അതിനുള്ള ഇങ്ങനെ ജോളി ആയിട്ട് പോകുമ്പോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നാളെ ഞങ്ങൾക്ക് വലിയൊരു പണി വരാനുണ്ടെന്ന്. ഞങ്ങളെ പോലീസ് പിടിക്കുന്നതും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയില് വരുന്നത്. അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ ബൈ ബൈ, സി യു.